നരിക്കുനി വാട്ടർഫാൾസ് എവിടെ എന്നും ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു കാടിൻ്റെ മേഖല തന്നെയാണ് കേട്ടോ. കാട് തന്നെയാണ്, യഥാർത്ഥത്തിൽ കാടിൻ്റെ ഒത്ത നടുവിലാണ്. പക്ഷെ ഒരു പൊതുവഴി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കഥ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വലിയ തോതിലൊക്കെ വെള്ളം വരുമ്പോൾ ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്, നരിക്കുനി വാട്ടർഫാൾസ്. അപ്പോൾ കാണാത്തവർക്കെല്ലാം ഇതാണ് ആ ഒരു വാട്ടർഫാൾസ്. മഴക്കാലങ്ങളിലൊക്കെ നല്ല അസലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. കാടാണ്, കാടിൽ കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല, ശ്രദ്ധിക്കുക. കാട്ടിലോട്ട് ആരും അതിക്രമിച്ച് കയറരുത്, അത് ശരിയായ നടപടിയല്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ, ഒരു അസൽ ഏരിയ ആണ് കേട്ടോ. വേണ്ടോ, ഇതിൻ്റെ ആദ്യം ഒരു 360 വ്യൂ ഞാൻ കാണിച്ചു തരാം, അതിന് ശേഷം മാത്രം. ഇപ്പോൾ ഇവിടെ വെള്ളം, ഈ ഒലിച്ചു പോകുന്ന വെള്ളം കൂടുതലാകുമ്പോൾ, ഇത് മെയിൻ റോഡാണല്ലോ, ഇങ്ങനെ ഒലിച്ചു പോകുന്ന വെള്ളം കൂടുമ്പോൾ ആളുകൾക്ക് സൈഡിലൂടെ കയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു വഴി അങ്ങോട്ട് താഴെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ വാട്ടർഫാൾസിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. ഒന്നൊന്നര സംഭവമാണ്, ഒരു രക്ഷയില്ല. അപ്പം റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. വളരെ കാമൻ ക്വയറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രകൃതിയുടെ ലോലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു വാട്ടർഫാൾസിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും കാടിലേക്ക് കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു വല വിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടികളായിരിക്കും. കാട്ടിലേക്ക് കയറുന്നത് വന നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഓർക്കുക. അപ്പോൾ ഒരു കാരണവശാലും കാട്ടിനുള്ളിലേക്ക് കയറുന്നത് പ്രോത്സാഹിപ്പിക്കാനാവില്ല, അതെന്തിൻ്റെ പേരിലായാലും, അല്ലേ? അപ്പോൾ ഈ മുകളിലുള്ള മേൽപ്പാലത്തിലൂടെ നടന്ന് നമുക്ക് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കും അക്കരയിൽ നിന്ന് ഇക്കരയിലേക്കൊക്കെ പോരാൻ പറ്റും. ഇതാണ് റോഡ്. അപ്പം മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് കാണുന്ന കനാലിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇടത്തോട്ട് കട്ട് ചെയ്ത് വീണ്ടും ഒരു 4 കിലോമീറ്റർ റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് കാണാനാവുക. ഓക്കെ, ആനകളുടെ വലിയ ശല്യമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ആനകളുടെ ശല്യമുണ്ട്. അതേപോലെ തന്നെ തത്തേങ്ങലം വനമേഖലയുടെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പുലിയുണ്ടോ കാട്ടുപോത്തുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഏത് സമയത്തും ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പം ഒരു രക്ഷയില്ല, കാട് തന്നെ, അടാറ് കാട്. ഓക്കെ, ഈ ഒഴുകിപ്പോകുന്ന വെള്ളം ഇങ്ങനെ ഇങ്ങനെയുടെ അങ്ങനെ പോയി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ താഴോട്ട് അതങ്ങനെ ഒഴുകിപ്പോവും. ഈ വെള്ളം നമ്മുടെ കുന്തിപ്പുഴയിലേക്കൊക്കെയാണ് ചേരുന്നത്. ചില പൊട്ടികളിലൂടെ, പൊട്ടി എന്ന് പറയുന്നത് ചെറിയ പുഴകളുടെ ചെറിയ രൂപമാണ്, അതിലൂടെയൊക്കെ കുന്തിപ്പുഴയിലേക്ക് ചേരും. അങ്ങനെയാണ് കഥ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ. ഇതാണ് കാഴ്ചകളെന്ന് പറയുന്നത്. ആ വെള്ളച്ചാട്ടം ഇതാണ്. വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷേ തുടർച്ചയായിട്ട് മഴക്കാലത്ത് ഇതേപോലെ നല്ല അസലായിട്ട് വെള്ളം ഒഴുകി വരുന്ന മനോഹരമായിട്ടുള്ള, മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, റിലാക്സ് ചെയ്യാം. ഇവിടേക്ക് വന്നിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് വണ്ടികളിലൊക്കെ വന്ന്, നമുക്ക് കാറിലൊക്കെ വന്ന് വലിയ ബഹളങ്ങളില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന നരിക്കുനി വാട്ടർഫാൾസ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വാട്ടർഫാൾസ് ഇതാണ്.